ഹലോ ഗായ്സ് എവ്രി വൺ വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ തിരുവോണമാണ്. അപ്പോൾ ഇന്നത്തെ വെച്ചാൽ ഇന്നത്തെ നമ്മൾ അത്തം ഇടുന്നത്, അതുകൂടാതെ തന്നെ നമ്മൾ ഓണത്തിൽ കളിക്കുന്ന കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇന്ന് കളിക്കുന്നതിൻ്റെയൊക്കെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ടോട്ടലി പറയാനാണെങ്കിൽ ഇന്നൊരു ഓണം വ്ളോഗാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ പൂവുകളൊക്കെ പിച്ചിക്കൊണ്ടിരിക്കുമായിരുന്നു. പൂക്ക് എറുത്തിടാനായിട്ട് നമ്മൾ ആദ്യം വൈറ്റ് ഫ്ലവർ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ളി നമ്മൾ ഒരു അത്തമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പൂക്കളം ട്രൈ ചെയ്യാനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇതിട്ടേക്കുന്നത്. അച്ഛനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനാണ് പൊതുവെ എല്ലാ ഓണത്തിനും ഇങ്ങനെ പൂക്കളം വരയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഡിസൈൻ വരച്ചത് അച്ഛനാണ്, പൂ ഇട്ടതൊക്കെ ഞങ്ങളായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡിസൈനൊക്കെ. അപ്പോൾ ഇന്ന് രാവിലെ പൂ കിട്ടിയപ്പോഴും നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ നിങ്ങൾ കാണും കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂവൊക്കെ എത്തി കഴിഞ്ഞു. എല്ലാം ഏകദേശം ഫില്ലാവാറായി. പിന്നെ പൂക്കളൊക്കെ തികയാത്തതിൻ്റെ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ യെല്ലോ ഫ്ലവറൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് സെറ്റാക്കി. പിന്നെ അത് ക്ലീൻ ചെയ്ത സൈഡ് മൊത്തം. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ സെക്ഷനായിരുന്നു, കുറേ പേര് ചേർന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പല്ലവിയും അപ്പൂച്ചേട്ടനും, ഇത് അപ്പൂച്ചേട്ടൻ കേട്ടോ, ഇവർ രണ്ടുപേരുടെ കസിനാണ്. അപ്പൂച്ചേട്ടനും അനന്തും രണ്ടുപേരും എൻ്റെ കസിനാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ അമ്മ പ്രിയ മമ്മി, ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഫോട്ടോ സെക്ഷനായിരുന്നു. എല്ലാവരും കൂടെ പ്രിയ മമ്മി എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ തന്നു. അത് കഴിഞ്ഞ് കുറേ നേരം അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മ്യൂസിക്കൽ ചെയർ കളിക്കാനായിട്ടാട്ടോ പോയത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ട് എൻജോയ് ചെയ്തോളൂ. ഏകദേശം ഞങ്ങൾ 2 കളികളൊക്കെ കഴിഞ്ഞിരുന്നു. കാരണം ഞങ്ങൾ പെട്ടെന്ന് കളിച്ച് പോകുമായിരുന്നു. കുറച്ച് അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ, ഇവിടെ കുട്ടികളല്ലേ കളിക്കുന്നുള്ളൂ. ഞങ്ങൾ അച്ഛനോട്ടൊന്നും വരാൻ പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നില്ലായിരുന്നു. അനുജയാണെങ്കിൽ എന്തൊക്കെയോ കോമഡി അതിനിടയ്ക്ക് വെച്ച് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. അനുജ എൻ്റെ നെയ്ബറാണ് കേട്ടോ. അനുജയ്ക്കൊരു ബ്രദറും കൂടി ഉണ്ട്, ആളുടെ പേര് അഭിനവ് എന്നാണ്. അപ്പോൾ രണ്ടുപേരും ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ആ ഒരു നെയ്ബർഹുഡ് ആയിട്ട്. അപ്പോൾ ഇതാണ് നടക്കുന്നത് ഇവിടെ മൊത്തം. കളിച്ചൊരു ഇതായി ചെയർ മാറ്റുന്നു, വീണ്ടും ഓടുന്നു, അങ്ങനെ.
എന്തായാലും ഗൈസ് ഈ വീഡിയോയിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് എന്തായാലും ഈ മ്യൂസിക്കൽ ചെയർ തന്നെയായിരിക്കും. ഞങ്ങൾ എന്തായാലും നന്നായിട്ട് കളിച്ചു, എൻജോയ് ചെയ്തു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും എന്താ പറയുക, നമ്മളിപ്പോൾ പ്രോഗ്രാം ഈ മ്യൂസിക്കൽ ചെയർ കളിക്കുന്ന ഓണത്തിന് തന്നെയാണ്. അതും നമ്മുടെ വീട്ടിൽ വെച്ചൊന്നുമല്ല, നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷനിലൊക്കെ എന്താ പറയുക, ഞങ്ങളിവിടെ റെസിഡൻസിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് ഇങ്ങനത്തെ പൊതുവേ ഇങ്ങനെ കാണിക്കുന്നത്. ആദ്യം ഞങ്ങൾ ലെമൺ ആൻഡ് സ്പൂൺ കളിക്കാനാണ് കഴിഞ്ഞു, പക്ഷേ ലെമൺ ഇല്ലായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കാരണം ഞങ്ങളിതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും മ്യൂസിക്കൽ ചെയർ ഞങ്ങൾ വൺ ഓഫ് ദി ഫേവറേറ്റ് എന്താ പറയുക ഗെയിമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കളിച്ചത്. പുറത്തൊക്കെ ആ സമയത്ത് വെയിൽ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അറ്റ്ലാസ്റ്റ് ഫസ്റ്റ് ഗെയിമിൽ പല്ലവിയാണ് ജയിച്ചത്, സെക്കൻഡ് ഗെയിമിൽ അനന്തമാണ് ജയിച്ചത്. എല്ലാവരും കൂടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അനുജ ഔട്ടായി. ഇവിടെ എൻ്റെ കസിനാണ് ഇവിടെ പാട്ടൊക്കെ ഇടുന്നത്. ഇത് ഫസ്റ്റ് ഗെയിമാണ് കേട്ടോ. തിരിഞ്ഞു വന്നോട് അനന്തു. ഓക്കെ കൊച്ചിനെ ഡോട്ടിക്കാതെ അവിടെ തന്നെ ആദ്യം ഉണ്ടോ? ഒരു കസേര എടുത്ത് ഇവിടെ കൊണ്ടിട. ഇതിന്റെ അടുത്ത് വെച്ചോ. അതിന്റെ അടുത്തോട്ട് വെക്കണേ. ഇപ്പഴല്ല, വെയിറ്റ്. ഏറ്റവും മികച്ച സമ്മാനം അടുത്തോട്ട് വെച്ചോ. ഇവിടെ വിട്ട് വെച്ചോ. ഓക്കെ ഓക്കെ, പാട്ട് തുടങ്ങട്ടെ. കൊച്ചിനെ മാറ്റി നിർത്തി അവളെ ഓട്ടിച്ച് തള്ളിയിടുന്നു. പതുക്കെ പോയാലേ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് സെക്കൻഡ് ഗെയിം എന്ന് പറയുന്നത്. ഇതിൽ എല്ലാവരും ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റോടെ ഇങ്ങനെ നടക്കുമായിരുന്നു. സെക്കൻഡ് ഗെയിമിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അനുജ എന്തുവാ ഇടയ്ക്ക് ഔട്ടായി പോയപ്പോൾ ചമ്മിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോമഡിയൊക്കെ ആയിരുന്നു കേട്ടോ. ഓക്കെ. ചേട്ടൻ്റെ അടുത്തിരിക്കും. ഓക്കെ, റെഡി. ബാക്കിലോട്ടിരുന്നവര് മാറണം. നേരത്തെ എവിടെ തന്നെയായിരുന്നു. ഞാൻ പമ്പർത്തിലാണ് ഞാൻ
നേരത്തെ കളിയിൽ ഞാൻ ഈ കളിയിൽ അഞ്ചത്. അപ്പം എല്ലാ ബോംബും എടുത്തിട്ടുണ്ട്. അപ്പൊ ക്രിക്കറ്റ് ബാറ്റിൽ എല്ലാം അടിച്ചു. നിന്റെ കൊണ്ട് നീ ബൈ ബൈ.